ഹലോ. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ ചേട്ടയുടെ ബർത്ത്ഡേ റീക്രിയേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ട്യൂസ്ഡേ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അന്ന് ആൾ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് ഞാൻ മൺഡേയിലേക്കത് മാറ്റി. അപ്പം നമ്മൾ മൺഡേ ആണ് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ 2 ദിവസം ലേറ്റായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലൈവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് വോയിസ് ഓവറോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ലൈവായിട്ട് എന്ത് നടന്നോ അത് നമ്മൾ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, ചൊവ്വാഴ്ച ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് കുറച്ചും കൂടെ പ്ലാനിങ്ങും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് മൺഡേയിലേക്ക് ആക്കിയപ്പോഴത്തേക്കും കുറച്ച് ധൃതിയും കുറച്ച് വെപ്രാളവും ഒക്കെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിൽ പറയാനൊരു ഒരു കാര്യമുണ്ട്. നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ 6 മാസത്തെ പ്ലാനിങ്ങും 1 മാസത്തെ എന്താ പ്രയത്നം കൊണ്ടാണ് നമ്മളിപ്പം ഇന്ന് ഈ ഒരു സംഭവം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം 6 മാസം പ്ലാൻ ചെയ്യുക, അത് 1 മന്തിൽ അതിനു വേണ്ടിയുള്ള എഫേർട്ട് ഇടുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് പോയി കാണുക, ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അത് നമുക്കും ഒരു സപ്പോർട്ടായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആൾക്കൊരു ജസ്റ്റ് ഒരു മൂന്നാമതായിട്ട് ഞാൻ എടുത്ത് തന്നെ പറയണത്, ഒരു മൂന്നാമതായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മൾ പ്രൊഹിബിറ്റഡ് ആണ്. നമ്മുടെ ചാനൽ പബ്ലിക്ലി നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ആണ് ഞാനിത് എടുത്ത് പറയുന്നത്. നമ്മൾ അതിൻ്റെ പ്രൊമോഷനോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ നമുക്ക് അഭിമുഖീകരിക്കേണ്ട വന്നുകൊണ്ട് മാത്രമാണ് ഞാനത് പബ്ലിക്കലി തന്നെ ആൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഞാനിത് പറയാൻ കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരു രീതിയിലും ഒരു നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പറയുന്നത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല അത്. എന്നാലും നമുക്കൊരു അനുഭവം വന്നുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കുറേ കേട്ടതുകൊണ്ട് മാത്രം നമ്മളത് ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഗിഫ്റ്റ് തന്നെ ആൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് പബ്ലിക്കായിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. അതിൽ വേറെ ഒരു ഇതും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണേലും അതൊക്കെ എന്താണെന്ന് പോയി ജസ്റ്റ് കണ്ടിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെലിബ്രേഷൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത്, നമ്മൾ മൂന്നും ഞാൻ, അമ്മ, ചേട്ടായി അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ ഒന്നും കൂടെ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടായിരിക്കാം ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷേ അത് അൺപ്ലാൻഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം മധുരത്തിൻ്റെ കൂടെ ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കി. അതിൻ്റെ കൂടെ ഇവരും കൂടെ വന്നു നമ്മുടെ കൂടെ ആ ഒരു ചെറിയ സന്തോഷത്തിൽ പങ്ക് ചേർന്നു. അപ്പം അതും വളരെ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പ്ലാൻ ചെയ്തു ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചു, പക്ഷേ ഇങ്ങനൊരിത് ട്വിസ്റ്റ് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ പോയി കാണുക, അത് പറയാനുള്ളൂ. ജസ്റ്റ് പോയി കാണുക. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു, ഒത്തിരി ഹാപ്പി ആയ ഒരു ഡേ ആയിരുന്നു. അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളും ഹാപ്പി ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി അറിയില്ല, എന്താണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് നമ്മൾ മീഷോന്നാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്യൂസ്ഡേയിലേക്ക് പ്ലാൻ ചെയ്തതാണ്, അത് മൺഡേയിലേക്ക് ആക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്തതാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കേക്ക് ഫുൾ മേടിച്ചില്ല, പീസ് മേടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും മിച്ചം വരുമായിരുന്നു. അപ്പം പറഞ്ഞ പോലെ ചേട്ടായി 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആളെ ആദ്യം കയറി വരണമെന്ന് വെച്ചിട്ട് ആൾ തന്നെ ആദ്യം കയറി വന്നു. കയറി വന്ന സമയത്ത് കറണ്ട് ഇല്ലാതായി പോയി കേട്ടോ. പക്ഷേ ആളത് ശ്രദ്ധിച്ചില്ല, അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കഥ തുറന്നു നോക്കി, പിന്നെ ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ നേരിട്ട് തന്നെ കാണുക എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ. ഒരു സാധനം ചെയ്തില്ല. ലൈറ്റ് അടച്ച വാതിലടച്ചു അടച്ചല്ലേ? ഹാപ്പി ബർത്ത്ഡേ
ചേട്ടായി ഏട്ടായി. ചേട്ടായി കുടിച്ചെടുക്കരുത്. അതും കൂടെ ഞങ്ങളുടെ നിലയ്ക്ക് വരുത്തല്ലേ. എങ്ങനെയും ഒന്ന് കത്തല്ലേ. എന്നടാ തുമ്പി പിടിച്ച് കൂട്ടാതെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? സമയം ചേട്ടാ തട്ടിയാ മതി. അപ്പൊ ഓക്കെ ഓക്കെ ഒരു കട്ടേ ഉള്ളോ? കാണിയാ പോരാ. Happy birthday to you. Happy birthday to you. Happy birthday to you, Ma. അയ്യോ കേട്ടോ എന്താ ആ കേക്കൂതിയാ അപ്പൊ കൊള്ളാം. അപ്പൊ ശരി ഞാൻ തന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. അവരെ കിട്ടില്ല. ഒന്നും തന്നില്ല. അവരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ടല്ലോ പോരെ വേണ്ടല്ലോ. ശരിയുണ്ട് സർപ്രൈസാ. പേപ്പർ എന്ത് പേപ്പർ പിന്നല്ല പേപ്പർ പേപ്പർ അതിലേക്കുള്ള കാര്യമൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതി കൊള്ളാം കൊള്ളാം കൊള്ളാം. അതെടുത്തിട്ട് എന്നാക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഗിഫ്റ്റ് വേണ്ടല്ലോ. അതല്ലേ അതല്ലേ അതിന്റെ അയ്യ തുറക്കാവേ. പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിച്ച്. വളരെ ധൃതി വേണ്ട പതിയെ. ആ പൊളി നീ മെമ്മറി ഇല്ല മെമ്മറി ഇവരെ കൊണ്ട് തന്നെ ഞാൻ പോയെടുത്ത മണ്ണന് മനസ്സിലാവും. ഇവരെടുത്ത കാര്യം പറഞ്ഞല്ലേ, നമ്മളോട് പറഞ്ഞേ ഉള്ളത് ഫോൺ എടുത്ത കാര്യം. ഇതൊരു ഫോൺ എടുത്തു അറിഞ്ഞില്ലുണ്ട്. ആ എല്ലാം കണ്ടു, പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ ചുമ്മാ മേടിച്ചു ഇത് ആലോചന സെലക്ട് ചെയ്തത്. അവൻ തന്നെയാ കടയിൽ കഷ്ടപ്പെട്ടു. ഇത് നിനക്ക് സ്പെഷ്യലാ. കാരണം നിനക്ക് സ്പെഷ്യൽ. എനിക്ക് സ്പെഷ്യല്. എല്ലാരും കൂടെ കഴിക്കട്ടോ. കൊട്ടാരം പട്ടച്ചാരം ഒഴിച്ച് നാട്ടിച്ച്. ഇതാണ് ഗിഫ്റ്റ് അല്ലെ, ഇതാണ് ഗിഫ്റ്റ്. ഇതാണ് ഇത് കൂടുതൽ ഉമ്മന്റെ പറഞ്ഞാലും നമുക്ക് ഗിഫ്റ്റ്